മറ്റുള്ളവരെ പരിഹസിച്ച് ഗീബത്ത് പറയുന്നവർ, കളിയാക്കി പരദൂഷണം പറയുന്നവർ, അനുഗ്രഹീതരായ എഴുത്തുകാരായ മലക്കുകളുടെ മുന്നിൽ ആ നിമിഷം തന്നെ നാണം കെട്ടുപോയി. പിന്നെയോ പരലോകത്തോ നീ നാണം കെടുത്തിയ മനുഷ്യനുണ്ടല്ലോ ദുന്യാവില്, കളിയാക്കലിന് വിധേയനായ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അവൻ ഈ ദുനിയാവിൽ ഒരു ചെറു സംഘത്തിന്റെ മുന്നിലാണ് നാണം കെട്ടുപോയത്, പരിഹാസ്യനായത്. എങ്കിൽ നീ മാനവ കുലത്തിന് മുന്നിൽ, ലോക ജനതയ്ക്ക് മുന്നിൽ മഹ്ശറയിൽ വെച്ച് നാണം കെട്ടുപോവുകയും കഴുതയെ തെളിക്കും വിധത്തിൽ, കഴുതയെ പിടിച്ചുകൊണ്ടുപോകും വിധത്തിൽ നരകക്കുഴിയിലേക്ക് നിന്നെ തെളിക്കപ്പെടുമെന്ന് ദീനുൽ ഇസ്ലാം. അപ്പൊ കളിയാക്കിയിട്ട് കുറ്റം പറയുമ്പോ ആലോചിക്കാൻ അപ്പൊ തന്നെ നാണം കെടുന്നുണ്ട് ഈ മലക്കുകളെ മുന്നില്. നാളെ ഇവനിപ്പോ 10 ആളെ മുന്നിലേ നാണം കെടുള്ളൂ, ഞാൻ ലോക ജനതയുടെ മുന്നിൽ നാണം കെടാൻ പോവുകയാണ് എന്നത് മനസ്സിലാക്കുക. എന്നാ പിന്നെ ആ കുഴപ്പമുണ്ടാവില്ല. ഈ 8 കാരണങ്ങൾ പറഞ്ഞല്ലോ, ഈ കാരണങ്ങൾ ഓർക്കുക, അതിന്റെ മരുന്ന് ഓർക്കുക. ഇനി 3 കാരണം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. 3 കാരണം അത് പ്രത്യേകക്കാർക്ക് ഉണ്ടാകുന്ന കാരണം, ഭക്തജനങ്ങൾക്ക് ഗീബത്ത് പറയാൻ കാരണമാകുന്ന വിഷയങ്ങളാണ്. ആലിമീങ്ങളെ കൊണ്ട് ഗീബത്ത് പറയിപ്പിക്കുന്ന കാരണമാണ്. കുറച്ചൊക്കെ അമലും ഇഖ്ലാസും ദീനിയായ വേഷഭൂഷാദികളൊക്കെ ഉള്ള ആളുകളെ ഗീബത്ത് പറയിപ്പിക്കുന്ന കാരണമാണ് 3 എണ്ണം. മറ്റേത് സാധാരണ ലോക്കൽസിനൊക്കെ ഗീബത്ത് പറയാൻ കാരണമാകുന്ന 8 വിഷയം പറഞ്ഞു, 8 കാരണം. ഈ 3 എണ്ണം പ്രത്യേകക്കാർക്ക് മാത്രം ബാധിക്കുന്ന വിഷയം. ഇത് തിരിച്ചറിയാനാകൂല്ല, ഇത് അതിനിഗൂഢമാണ്, അവ്യക്തമാണ്. ഇത് ഗീബത്തിന്റെ കാരണമാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം ഇബ്ലീസ് ലഅനത്തുല്ലാഹ് ഈ കാരണങ്ങളെ നന്മകളാക്കി അവതരിപ്പിക്കും. ചൂണ്ടയിടും, പുറത്ത് നല്ല ഇരയാണ്, ഉള്ളിൽ കുളത്താണ്. ഇബ്ലീസിന്റെ ചൂണ്ടയാണ് ഈ 3 കാരണം. ഏതാ അത് മനസ്സിലാക്കേണ്ട കാരണമാണ്. 1 അത്തഅജ്ജുബു, അത്ഭുതം പ്രകടിപ്പിക്കുക, ആശ്ചര്യം പ്രകടിപ്പിക്കുക. ഒരു കുറ്റവാളിയെ കുറിച്ച് അറിഞ്ഞിട്ട് 10 ആളുടെ മുന്നിൽ ചെന്നിട്ട് അത്ഭുത പരതന്ത്രനായി അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് പറയാ, മുഹമ്മദ് കള്ളുടിച്ചുന്നോ, പടച്ചോനെ അത് വിശ്വസിക്കാൻ വയ്യല്ലോ, എനിക്ക് ഇന്നലെ ഉറക്കം വന്നിട്ടില്ല, മുഹമ്മദ് കള്ളുടിച്ചു എന്ന് പറഞ്ഞിട്ട് മാഴതല്ലോ പടച്ചോനെ, വല്ലാത്ത അത്ഭുതം തന്നെ. ഇങ്ങനെ പറയുന്നത് കേട്ടാ തോന്നും അതൊരു ഭക്തന്റെ മുദ്രാവാക്യാണ്. സാധാരണ നമ്മൾ എങ്ങനെ വിലയിരുത്ത, ഇങ്ങനെ ഒരാൾ പറഞ്ഞാല് മുഹമ്മദ് കള്ളുടിച്ചു, നമ്മൾ വിചാരിച്ചിട്ടില്ല ആരാ മുഹമ്മദ്. ഇങ്ങനൊരു വാക്ക് കേട്ട അതിന് ഗീബത്ത് ആരാണ് അതിന് അർത്ഥം കൊടുക്കുക? ആരാണ് അതിനെ ഗീബത്തായിട്ട് വിലയിരുത്തുക? ഇത് കേൾക്കുമ്പോ അതൊരു ഭക്തിയുടെ ഭാഷയായിട്ടേ തോന്നുള്ളൂ. സത്യത്തിൽ അത് ഭക്തിയല്ല, പച്ചയിറച്ചി തീറ്റയാണ്, ഗീബത്ത് പറച്ചിൽ തന്നെ. അത്തഅജ്ജുബു, കുറ്റങ്ങളുടെ കാര്യത്തിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുക, അത്ഭുതം പ്രകടിപ്പിക്കുക. ആ അത്ഭുതം പ്രകടിപ്പിക്കുന്നതിന്റെ ചുളിവിൽ ഇയാളുടെ കുറ്റങ്ങട്ട് ഇൻജക്ട് ചെയ്യുക, മറ്റുള്ളവരോട് പറയുക. ഇതാരങ്ങനെ ചെയ്യലേ? അങ്ങാടിയിലൂടെ നടക്കുന്ന സാധാരണക്കാർ മുഹമ്മദ് കള്ളുടിച്ചു, കാരണം ഇയാൾ ഇടയ്ക്കിടെ മിനുങ്ങുന്ന ആളാണ്, അയാൾക്കത് പറയാൻ സോഴ്സ് ഇല്ല, പറയാനുള്ള ധൈര്യമില്ല. ഈ കള്ളുടി ഇല്ലെങ്കിൽ തന്നെ വേറെ കുറച്ച് മോശപ്പെട്ട പണി ഉണ്ടല്ലോ, ഇയാൾ ഈ അത്ഭുതം പറയാൻ നിൽക്കൂല. ഇതാരാ? ഭക്തനായി അറിയപ്പെട്ട മനുഷ്യന്മാരാണ് ഈ അത്ഭുതം പ്രകടിപ്പിക്കുക. അത്ഭുതം പ്രകടിപ്പിക്കണം. കുറ്റങ്ങൾ കാണുമ്പോൾ, കുറ്റവാളികളെ കുറിച്ച് വിവരം കിട്ടുമ്പോ അത്ഭുതം പ്രകടിപ്പിക്കണം. വലാകിൻ കാന ഹഖുഹു അയ്യതഅജ്ജബ വലാ യദ്കുറ ഇസ്മഹു. നല്ലൊരു മനുഷ്യന് തെമ്മാടിത്തരം കേൾക്കുമ്പോ ഒരു പേടിയും കിടിലം കൊള്ളലും ഒരു അത്ഭുതമൊക്കെ ഉണ്ടാവും. അത് ഈമാന്റെ ലക്ഷണം തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് ആ അത്ഭുതം പ്രകടിപ്പിക്കല്? അത്ഭുതം പ്രകടിപ്പിക്കണം. വലാ യദ്കുറ ഇസ്മഹു, ഒരിക്കലും ഈ കുറ്റവാളിയുടെ പേര് പറയാൻ പാടില്ല. പേര് പറയാതെ, നബി തങ്ങൾ അങ്ങനെയല്ലേനോ, മോബാലു അഖ്വാം, ഒരു കൂട്ടര അവസ്ഥ എന്താ?
അങ്ങനെ പറഞ്ഞത്. മാ ബാലു ഫുലാൻ, ഒരു ചങ്ങാതിയുടെ അവസ്ഥ എന്താ? ചങ്ങാതിന്റെ പേര് പറയൂല. ഇങ്ങനെയാണ് അത്ഭുതം പ്രകടിപ്പിക്കേണ്ടത്. പേര് പറഞ്ഞാൽ ഫസാറ ബിഹി മുഗ്താബൻ വആസിമൻ മിൻ ഹൈസു ലാ യദ്രി. പേര് പറഞ്ഞാൽ അത്ഭുതം പ്രകടിപ്പിക്കുന്നതിനിടയിൽ കുറ്റവാളിയുടെ പേര് പറഞ്ഞാൽ നീ കുറ്റക്കാരനായി, നീ ഗീബത്ത് പറഞ്ഞവനായി. മിൻ ഹൈസു ലാ യദ്രി, നീ പോലും അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഒരു ഗീബത്ത് പറഞ്ഞു എന്ന് നിനക്ക് പോലും മനസ്സിലാവില്ല. അതാണ് ഇബ്ലീസിന്റെ കഴിവ്. നിനക്ക് പോലും മനസ്സിലാവില്ല. നിന്റെ വാക്ക് പോലെ തഅജ്ജബ്തു മിൻ ഫുലാൻ, ഞാൻ അന്തുവിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു. ഇന്നലെ ഇത് കേട്ടോടം തൊട്ട് എനിക്ക് ആ അത്ഭുതം കണ്ട് മാറിയിട്ടില്ല. എന്താ? കൈഫ യുഹിബ്ബു ജാരിയതഹു. അയാൾ വലിയ മുതലാളിയാണ്, വീട്ടിൽ കുറെ സർവന്റ് ഉണ്ട്, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഒരു പെണ്ണായ സർവന്റിന്റെ പിന്നാലെ പോയിരിക്കുന്നു. പടച്ചോ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഞാനതിന്റെ അതിന്റെ അത്ഭുതത്തിലപ്പുള്ളത്. ഇതാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സംഗതി അത്ഭുതമാണ്. കാരണം എത്രയും പൈസ ഉള്ള ആൾക്ക് 4 എണ്ണം കെട്ടാൻ വകുപ്പുണ്ട്, 4 വീട് 4 ഭാര്യമാർക്ക് വെച്ചു കൊടുക്കാനും വകുപ്പുണ്ട്. ആദ്യത്തെ ഭാര്യ അറിയാതെ തന്നെ ഉഗാണ്ടി പോയി കല്യാണം കഴിക്കാനും കഴിവുണ്ട്. എന്നിട്ട് ഇയാള് ഈ സർവന്റിന്റെ പിന്നാലെ പോയത് അത്ഭുതം തന്നെയാണ് കാര്യം. പക്ഷെ ഈ അത്ഭുതം പറഞ്ഞ കൂട്ടത്തില് ഈ ഗീബത്ത് അങ്ങോട്ട് പറയാ. വകൈഫ യജ്ലിസു ബൈന യദൈ ഫുലാൻ, അങ്ങോര് ഈ ചങ്ങായിന്റെ കൂടെ ഇരുന്നു. വഹുവ ജാഹിലുൻ, ഈ വിഡിന്റെ കൂടെ അങ്ങേരിരുന്നോ? മുസ്ലിയാർ ഈ പമ്പര വിഡിന്റെ കൂടെ ഇരുന്നോ? അത് മുസ്ലിയാർക്ക് ചേർന്ന പണിയല്ല. ഇതിൽ 2 ആളെ ഗീബത്ത് പറഞ്ഞു. ഒന്നാ വിഡി സാധുവിനെയും പറഞ്ഞു, ഒന്ന് മുസ്ലിയാരെയും പറഞ്ഞു. ഇതൊക്കെ ഈ ഭക്തി പ്രകടനത്തിന്റെ ആൾക്കാരിൽ നിന്നുണ്ടാകുക. ആരിൽ നിന്നുണ്ടാകുക? കപടഭക്തരായ ആളുകളിൽ നിന്നാണ് ഇത്തരം ഡയലോഗുകൾ ഉണ്ടാവുക. വല്ലാത്ത അത്ഭുതം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെന്താ മരുന്ന്? സ്വന്തം കുറ്റം ആലോചിച്ചാലും അതിലും വലിയ അത്ഭുതത്തിന് വകുപ്പുണ്ടാവും. ആ കുറ്റം ഓർത്തിട്ട് അത്ഭുതപ്പെട്ട് പൊരയിലവിടെ ഇരിക്കുക. അല്ലെങ്കിലോ ആ അത്ഭുതം ഓർത്ത് അങ്ങോട്ട് നടക്കന്നെ. അപ്പൊ വേറുള്ള കാര്യത്തിൽ അത്ഭുതം ഉണ്ടാവില്ല. അതന്നെ അതിനുള്ള മരുന്ന്. രണ്ടാമത്തെ കാരണം, സ്പെഷ്യൽ കാരണങ്ങളിൽ ഒന്ന് അത്തഅജ്ജുബു, അത്ഭുതം പ്രകടിപ്പിച്ച് ഗീബത്ത് പറയാ. 2 വറഹ്മത്തു, അല്ലാഹ് കരുണ, സങ്കടം, സഹതാപം. പഠിച്ചോനെ, വീരാൻകുട്ടി പച്ച പാവാണ്, അവനാ കെണിയിൽ കുടുങ്ങിയാലോ അത് ഓർക്കുമ്പോ കരച്ചില് വരിക. കരയണുണ്ട് ആള്. വീരാൻകുട്ടിന്റെ കുഴപ്പങ്ങൾ പറഞ്ഞിട്ട് കരയാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. അവനതിന് പെടാൻ പാടില്ലായിരുന്നല്ലോ പടച്ചോമ്പരാനെ. അവൻ എത്ര പാവ, അവൻ എങ്ങനെ അതിൽ പെട്ടു എന്നാവോ? എന്നിട്ട് 10 ആളോട് പറയന്നെ. അങ്ങനല്ലേ? ഇങ്ങനെ സംഭവിക്കലുണ്ട്. സ്വന്തക്കാരെ കുറിച്ച്, വേണ്ടപ്പെട്ടവരെ കുറിച്ചൊക്കെ. കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, സഹതാപം പ്രകടമാക്കിക്കൊണ്ട്, സങ്കടം കാണിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയുടെ കുറ്റം പുറത്ത് പറയൽ പച്ചയായ ഗീബത്താകുന്നു എന്ന് ദീനുൽ ഇസ്ലാം. മുഅ്മിൻ എന്താ ചെയ്യാ? സങ്കടം ഉണ്ടെങ്കിൽ നേരെ ബീരാൻകുട്ടിന്റെ അടുത്ത് പോകും. എന്നിട്ട് പൊട്ടിയാണ് കരയും. ഇതോടുകൂടി ബീരാൻകുട്ടിയുടെ പിടി വിടും. പടച്ചവനെ, ഞാൻ കുറ്റം ചെയ്തിട്ട് എനിക്കില്ലാത്ത സങ്കടം എന്റെ ഹബീബിനുണ്ടെങ്കിൽ ഞാൻ ഇനി ആ പണിക്ക് പോകൂല. തൗബക്കത് മതിയാകും. മുഅ്മിൻ അങ്ങനെ ചെയ്യാം. അല്ലാതെ പുറത്ത് 10 ആളെ മുന്നിൽ മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് വീരാൻകുട്ടിന്റെ കുറ്റം ഗീബത്ത് പറയാനുള്ള ഒരു വകുപ്പായിട്ട് ഈ കരച്ചിലും സങ്കടവും ആക്കാൻ പറ്റൂല. ഇത് ഇബ്ലീസിന്റെ ചൂണ്ടയാണ്. 10 ആളോട് സങ്കടത്തോട് കൂടി പറഞ്ഞാല് നീ അവരെ ഇടയിൽ ഭക്തനായി. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് കരച്ചിൽ വരുന്ന നീ എത്ര മഹാനാന്ന് അവർ മനസ്സിലാക്കുമല്ലോ. പുറമെ വീരാൻകുട്ടിന്റെ കുറ്റം 10 ആൾ അറിഞ്ഞു ചെയ്തോട്ടെ. ഇതാണ് ഇബ്ലീസിന്റെ ചൂണ്ട. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്, അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഗീബത്തിന്റെ നരകത്തിലേക്ക് വീണു പോകാതിരിക്കാൻ ഈ അറിവുകൾ നമുക്ക് നിർബന്ധമായിട്ട് നമ്മുടെ മനസ്സിൽ വേണം. 2 കാരണങ്ങൾ പറഞ്ഞു ഭക്തന്മാർക്കുണ്ടാകുന്ന. 1 അത്ഭുതം പ്രകടിപ്പിക്കുക, 2 കരുണയും സങ്കടവും പ്രകടിപ്പിച്ച് കുറ്റം പറയാ. ഇനി 3 ഒന്നുണ്ട്. എന്താ 3? അല്ലാഹുവിന് വേണ്ടി ചൂടാകുക, അല്ലാഹുവിന് വേണ്ടി ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഗീബത്ത് പറയാ. അയൽവാസി കാതുറുട്ടി കള്ളുടിച്ചു എന്ന് കേട്ടപ്പോ എന്താ മനസ്സിലാക്കിയത്? ഇപ്പോഴും ഒരു പാഠം പഠിക്കാൻ കാതുറിനായിട്ടില്ലേ? ഇത്
ഉള്ളക്കളിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കവലയിൽ വന്നിട്ടൊരു പ്രസംഗം, അതിൽ കാതുരുട്ടി കള്ളുടിച്ച് 10 ആളോട് കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചൂടാകുക, അള്ളാഹ്ക്ക് വേണ്ടി ചൂടാകണ്ടേ? തെമ്മാടിത്തരം ആറാമ്പറപ്പൊക്കെ കേൾക്കുമ്പോ ചൂടാകണ്ടേ? അത് ഈമാന്റെ ലക്ഷണല്ലേ? എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, അങ്ങോട്ട് പൊട്ടിത്തെറിച്ചോ. അല്ലാഹുവിന് വേണ്ടി എന്ന വ്യാജേന ദേഷ്യം പ്രകടിപ്പിക്കുക, എന്നിട്ടൊരു കുറ്റവാളിയുടെ കുറ്റം ജനങ്ങളോട് പറയാ. ഇങ്ങനെയൊക്കെ ഗീബത്തുണ്ടോ മുസ്ലിയാരെ? ഇതൊക്കെ ഇപ്പൊ ഗീബത്താണോ? ആണ് എന്ന് ശിഹാബല്ല പറയുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ നിയമം, അഹ്കാമുകൾ, വിശുദ്ധ ശരീഅത്തിന്റെ നിയമങ്ങൾ മഹാന്മാര് വൃത്തിയായിട്ട് രേഖപ്പെടുത്തി പഠിപ്പിച്ചതാ. അതൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തിന്മക്കെതിരെ ധാർമ്മിക രോഷം കൊള്ളൽ ഗീബത്താകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? രോഷം, ധാർമ്മിക രോഷം വേണം, ധാർമ്മിക രോഷം വേണം. പക്ഷെ ആളെ പേര് പറയാൻ പാടില്ല. തിന്മക്കെതിരെ ഹറാമുകൾക്ക് അറിയുമ്പോ ധാർമ്മിക രോഷം വരണം, വെറുപ്പ് വരണം, ദേഷ്യം പുറത്ത് ചാടണം. പക്ഷേ വലാകിനിൽ വാജിബു അയ്യുൽഹിറ വലബഹു അലൈഹി ബിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി വലാ യുൽഹിറഹു അലാ ഗൈരിഹി. ഹറാമിനെ കുറിച്ചറിയുമ്പോ, വേണ്ടപ്പെട്ടവർ അരുതാത്തത് ചെയ്തു എന്ന് കാണുമ്പോ, കേൾക്കുമ്പോ, തെളിവ് സഹിതം നമുക്ക് അറിവ് കിട്ടുമ്പോ നമ്മുടെ ബാധ്യത എന്താ? ഈമാനുള്ള നമ്മുടെ ബാധ്യത എന്താ? ചിരിച്ചിട്ട് ഓ അങ്ങനെ നടന്നോ, എന്നാ ഞാൻ അടുത്തത് നടത്തിക്കോ. ഒരു കുപ്പിയെ കുടിച്ചിട്ടുള്ളൂ, 10 കുപ്പി മേടിച്ചോ, അങ്ങനെയല്ല. ചിരിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കല്ല. മുസൽമാന്റെ മേലിലുള്ള കടമ എന്താ? വാജിബെന്താ? നിർബന്ധമെന്താ? കള്ളു കുടിച്ചത് കാതുറുട്ടിയാണെങ്കിൽ കാതുറുട്ടിയുടെ മുന്നിൽ ചെന്ന് പൊട്ടിത്തെറിക്കുക. ബിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി. അവനെ നന്മ പഠിപ്പിക്കാനും തിന്മയിൽ നിന്ന് മാറ്റാനും വേണ്ടി ചൂടായ കാര്യം കിട്ടുന്നു തോന്നുകയാണെങ്കിൽ ചൂടാകുക. ചൂടായ മോന്തക്കൊന്ന് അങ്ങോട്ട് കിട്ടും, എന്നാ പിന്നെ പണിക്ക് പോണ്ട. അങ്ങനെയല്ലോ, അങ്ങനെയാണ്. പറഞ്ഞ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം, കാതുറുട്ടി നന്നാവൂല, അവന്റെ വീട്ടിലൊരു 5 ഉണ്ട്, അവനെ ഉദ്ദേശിച്ച് കാതുറുട്ടിയോട് ചൂടാകുക. എന്നാ അവൻ കേട്ടാലോ അത് നടക്കണില്ല, അവിടെ ഉണ്ടല്ലോ. ഒരു ഉപകാരം ഇല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കണ്ട. അല്ലെങ്കിൽ കുറ്റം ചെയ്തവന്റെ മുന്നിൽ ചെന്ന് രോഷം പ്രകടിപ്പിക്കുക, ദേഷ്യം പ്രകടിപ്പിക്കുക. അതാണ് മുഅ്മിൻ ചെയ്യുക. പുറത്തു പോയിട്ട് വലാ യുദ്ഹിറഹു വലാ ഗൈരിഹി, പുറത്തു പോയി ആൾക്കാരോട് ചൂടാകുക. ചില വാപ്പാര അങ്ങനെ ഉണ്ട്, മൂത്ത പുള്ള വികൃതിയാട്ടി അനിയൻ പുള്ളനെ പിടിച്ചിട്ട് 4 അടി. ഞാൻ അടിച്ചിട്ടില്ലെങ്കിലും വാപ്പ പൊട്ടിത്തെറിക്കണ വീട്ടിലുള്ള നിരപരാധികളോട്. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ പൊതുവെ, അല്ലേ? പാടില്ല. അത് കുറ്റം ചെയ്തോലല്ലേ ശിക്ഷിക്കപ്പെടാൻ പാടുള്ളൂ. ആരോ ചെയ്ത കുറ്റത്തിന് മോന്ത കടന്നൽ കുത്തുകൊണ്ട മാതിരി പിന്നെ കാണുന്നവരോട് മുഴുവൻ. മനുഷ്യ സഹജമായിട്ട് വേദന ഉണ്ടാകുമ്പോ ആ വേദന മുഖത്ത് കാണും. വേറുള്ളവരെ നാവുകൊണ്ടോ കൈകൊണ്ടോ ശിക്ഷിക്കാൻ പാടില്ല. മനസ്സിന്റെ വികാരം അവിടെ ഒതുക്കി വെക്കുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുള്ളവരോട് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കുറ്റവാളിയെ കുറിച്ച് പറഞ്ഞ് പരദൂഷണം പറയാൻ പാടില്ല. 3 കാര്യം പ്രത്യേകക്കാർക്ക് ഉണ്ടാകുന്നത്. 1, അത്ഭുതം പ്രകടിപ്പിച്ച് ഗീബത്ത് പറയാ, കരുണ സങ്കടം പ്രകടിപ്പിച്ച് ഗീബത്ത് പറയാ, ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഗീബത്ത് പറയാ. ഈ 3 കാര്യങ്ങൾ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ആലിമീങ്ങൾക്ക് പോലും ഈ ഗീബത്ത് തിരിച്ചറിയാൻ പ്രയാസാണ്. ആലിമീങ്ങൾക്ക് പോലും. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഒരു തമ്മാടിത്തരം കാണുമ്പോ നിങ്ങൾ പൊട്ടിത്തെറിച്ചൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലൊന്ന് ആലോചിക്കും, പടച്ചമ്പുരാനെ ഞാൻ ചൂടായിട്ട് ഗീബത്തും ഇതിന്റെ ഇടയിൽ പറഞ്ഞല്ലോ. വയ്യേ തിരിയുള്ളൂ. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിശാച് ഇതൊക്കെ ചെയ്യിച്ചിട്ട് അവസാനം തിരിയുള്ളൂ, അല്ലെങ്കിൽ അവസാനം തിരിയൂല. അത് ഈമാന്റെ ഭാഗാന്നാ തിരിയുള്ളൂ. ആലിമീങ്ങൾക്ക് പോലും ഈ 3 കാരണങ്ങളിലൂടെയുള്ള ഗീബത്ത് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. ഫളൻ അലൽ അവാം, സാധാരണക്കാർക്ക് പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? ഫഇന്നഹും യദുന്നൂൻ, ആലിമീങ്ങളും സാധാരണക്കാരും ധരിച്ചത്, ഭാവിക്കുന്നത്, മനസ്സിലാക്കി വെച്ചത് അന്ന തഅജ്ജുബ വറഹ്മത വൽ ഗളബ,
അത്ഭുതം തെറ്റ് കേൾക്കുമ്പോ കുറ്റവാളിയെ കുറിച്ച് അറിയുമ്പോ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതും കരുണ പ്രകടിപ്പിക്കുന്നതും ദേഷ്യം പ്രകടിപ്പിച്ചുകൊള്ളുന്നതും ഇദാ കാന ലില്ലാഹി തആല അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ഈ പണിയെങ്കിൽ കാന ഉദ്റൻ ഫീ ദിക്രിൽ ഇസ്മി കുറ്റവാളിയുടെ പേര് പറയൽ ഇളവുണ്ട് എന്നാണ് മനസ്സിലാക്കി വെച്ചത്. അള്ളാഹ്ക്ക് വേണ്ടി ചൂടാകുമ്പോ കുറ്റവാളിയെ പേര് പറയാ, അള്ളാഹ്ക്ക് വേണ്ടി കരുണ കാണിക്കുമ്പോ കുറ്റവാളിയുടെ ഊരും പേരും പറയാ, അള്ളാഹ്ക്ക് വേണ്ടി സങ്കടത്തോടുകൂടെ പറയുമ്പോ ഈ കുറ്റവാളിയെ കുറിച്ച് ജനമധ്യത്തിൽ പറയാം. അതിന് ഉദ്റുണ്ട്, അതിന് ഇളവുണ്ട് എന്നാണ് ധാരണ. വഹുവ ഖതഉൻ അത് വിഡ്ഢിത്തമാണ്, അത് പച്ച തെറ്റാകുന്നു. ഗീബത്ത് പറയാൻ അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൊട്ടോ അല്ലെങ്കിൽ പിറ്റേ ആഴ്ച തൊട്ടോ നമ്മളത് പറയും. എവിടേക്ക് അത് പഠിച്ചോളൂ. കാരണം 4 ആളെ കുറ്റം പറയാൻ ഒരു ചാൻസ് ദീന് തന്നത്, അത് ആരും വെറുതെ കളയണ്ട. ആ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ഇനി ശരിക്കും പഠിക്കണം. എവിടെ അത് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഇതിൽ പെടൂല. ഏത് തെമ്മാടിത്തരം കാണുമ്പോ ദേഷ്യം പിടിച്ചപ്പോ ആളെ പേര് പറയാം, ആ കൂട്ടത്തിലില്ല. ഒരു കുറ്റവാളിയുടെ കുറ്റം കണ്ടിട്ട് സങ്കടം മനസ്സിൽ വന്നപ്പോ ആ സങ്കടത്തോടു കൂടെ അയാളെ കുറിച്ച് 10 ആളോട് പറയാ, അതും ഗീബത്ത് അനുവദിച്ച കൂട്ടത്തിൽ കാണൂല. ഇല്ല. മാത്രമല്ല അല്ലാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുകയാണെങ്കിൽ, കോപം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആളുടെ പേര് പറയുന്നതിനെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. നബി ആ പണി ചെയ്തിട്ടില്ല, ചെയ്ത ആളുകളെ താക്കീത് നൽകിയിട്ടുണ്ട്. ആത്മരോഷം കൊണ്ട് ദീനിയായ ആവേശം മൂത്തിട്ട് ഉള്ള കുറ്റവാളികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള കുറ്റം പറച്ചില് നബി തടഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ ഈ പണി ചെയ്തപ്പോ തടഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണുന്ന ഒരു ചരിത്രം. മഹാനായ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യൻ പറയുന്നു, ഇന്ന റജുലൻ മർറ ബിഖൗമിൻ ഫി ഹയാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സംഘം ആളുകൾ സ്വഹാബത്ത് കൂടിയിരിക്കുമ്പോ ആ സംഘത്തിന്റെ ചാരത്തുകൂടെ അരികിലൂടെ മറ്റൊരു സഹാബി നടന്നുപോയി. ഒരു കൂട്ടം സഹാബികൾ ഇരിക്കുകയാണ്, വേറൊരു സഹാബി നടന്നു വരികയാണ്. ഈ സ്വഹാബി കൂട്ടത്തെ കണ്ടപ്പോ ഫസല്ലമ അലൈഹിം അവരോട് ആ ഒരാൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഫറദ്ദു അലൈഹി സലാമ സദസ്സിലുണ്ടായിരുന്ന സ്വഹാബികൾ വഅലൈക്കും അസ്സലാം മറുപടിയും പറഞ്ഞു. എന്നിട്ടോ ഫലമ്മാ ജാവസഹും സലാം പറഞ്ഞു, സദസ്യർ സലാം മടക്കി. അദ്ദേഹം അവിടെ നിൽക്കാതെ, ആ സദസ്സിൽ വന്നിരിക്കാതെ അദ്ദേഹം എന്തോ കാര്യത്തിന് പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അങ്ങ് നടന്ന് നീങ്ങി. സഭയുടെ പരിധി അങ്ങോട്ട് വിട്ടപ്പോ, പിന്നെ സഭയിൽ പറയുന്നത് കേൾക്കുന്ന പരുവത്തിൽ നിന്ന് അകന്നപ്പോ ഫഖാല റജുലും മിൻഹും സഭയിൽ സദസ്സിലുണ്ടായിരുന്ന ഒരു സഹാബി പറഞ്ഞു, ഞാൻ ആ ചങ്ങാതിയെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുന്നുണ്ട്. എനിക്ക് അയാളോട് ദേഷ്യാണ്. ആ ദേഷ്യം എന്തിനാ? അല്ലാഹുക്ക് വേണ്ടിയുള്ള ദേഷ്യാണ്. കണ്ടോ, ഗീബത്തായില്ലേ? ഗീബത്തായി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ മനുഷ്യനോട് എനിക്ക് ദേഷ്യമാണ്, വെറുപ്പാണ് എന്ന് പറഞ്ഞു. ഇത് നമ്മളെ പോലത്തെ ആൾക്കാരല്ല സദസ്സിലുള്ളത്, സ്വഹാബികളാ. അവരിത് കേട്ട ഉടനെ തന്നെ പറഞ്ഞു, നീ പറഞ്ഞത് വളരെ മോശമായി. നമുക്കത് പറയാൻ ആംബിയർ ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അവൻ അവിടെ ഒറ്റപ്പെടും ചെയ്യും. സ്വഹാബത്ത് നോക്കൂലല്ലോ. നീ പറഞ്ഞത് വളരെ മോശമായി പോയി. അങ്ങനെ വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ ആ മനുഷ്യനോടല്ലേ പ്രകടിപ്പിക്കേണ്ടത്, ഇവിടെ പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് വല്ലാഹി ലനുനബ്ബി അന്നഹു, ഞങ്ങൾ ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കുന്നു. അതെന്തിനാ? ഫസാദ് ഉണ്ടാക്കാനല്ല, നമ്മൾ അറിയിക്കും ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി. സ്വഹാബികൾ പറഞ്ഞാ എന്താ? ഇനി അങ്ങനെ വല്ല കുഴപ്പം ആ സാധുവിൽ ഉണ്ടെങ്കിൽ ഇവൻ തന്നെ നേരിട്ട് ഈ വെറുപ്പ് അറിയിക്കേണ്ടതായിരുന്നു. ഇവൻ അറിയിച്ചില്ലല്ലോ, നമ്മളോടാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ അറിയിക്കുക, നീ ഇന്നാലിന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നോട് വെറുപ്പുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വല്ല കുഴപ്പമുണ്ടെങ്കിൽ തീർത്തേക്ക് എന്ന വിധത്തിൽ ഞങ്ങൾ അത് അറിയിക്കുന്നു പറഞ്ഞു. അവരെ കൂട്ടത്തിൽ നിന്നൊരു ദൂതനെ തെരഞ്ഞെടുത്തു. നീ പോയിട്ട് അയാളോട് പറയണം,
ഇന്ന വ്യക്തിക്ക് നിന്നോട് വെറുപ്പാണ്, ആ വെറുപ്പ് കുടുംബകാര്യത്തിലല്ല, കച്ചവടത്തിന്റെ കാര്യത്തിലല്ല, അസൂയയുടെ കാര്യത്തിലല്ല, ദീനീ കാര്യത്തിൽ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നിന്നോട് ദേഷ്യാണ് എന്ന വിവരം പോയി പറയാർ. സദസ്സിൽ നിന്ന് ഈ ഉത്തരവാദിത്തം ഏറ്റ ആൾ എണീറ്റു, ദൂതൻ എണീറ്റു, അദ്ദേഹത്തിന്റെ പിറകെ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഇന്ന ആൾക്ക് നിന്നോട് ഭയങ്കര ദേഷ്യാണ്, ആ ദേഷ്യം ദീനിയായ ദേഷ്യാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള ദേഷ്യാണ്. പടച്ചവനെ, അവൻ എന്റെ അയൽവാസിയാണോ, അങ്ങനെ എന്നോടൊരു വെറുപ്പ് തോന്നാൻ മാത്രം എന്ത് കുറ്റം ഞാൻ അവനോട് ചെയ്ത, ആകെ സങ്കടായി. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഇത് കേട്ട ഉടനെ തന്നെ ഫഅതർ റജുലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹകാ ബിഹി മാ ഖാല. നേരെ വീട്ടിലേക്കും കൂടി പോയില്ല, നേരെ നബി തങ്ങളുടെ മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന വ്യക്തി റബ്ബിന് വേണ്ടി എന്നോട് വെറുപ്പ് വെക്കുന്നുണ്ടെന്നുള്ള വാർത്ത ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ അറിയാതെ വല്ല കുറ്റം അയാളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം അങ്ങയുടെ ജഡ്ജ്മെന്റിൽ തീരുമാനിക്കണം, ഇവിടെ ഒരു നല്ല നീതിയോട് കൂടിയിട്ടൊരു തീരുമാനം വരണം. ഫദഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഅലഹു, ഉടനെ ആളെ വിട്ടു. ഈ സഭയിൽ വലിയ കേമനായി സംസാരിച്ച വ്യക്തി ഉണ്ടല്ലോ, എനിക്ക് അയാളെ വിളിപ്പിച്ചു നബി തങ്ങൾ. വാദിയെത്തി, പ്രതിയെത്തി, ജഡ്ജി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് ചോദിച്ചു, നീ ഇദ്ദേഹത്തെ കുറിച്ച് അള്ളാഹുവിന് വേണ്ടി ദേഷ്യം വെക്കുന്നു എന്ന് നീ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇയാളോട് ചോദിച്ചു. ഈ കുറ്റം പറഞ്ഞ ആളോട് ചോദിച്ചു. ഖദ് ഖുൽതു ദാലിക യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞത് തന്നെയാണ്, പറഞ്ഞതിൽ ഞാൻ പിന്മാറൂല, ഞാൻ പറഞ്ഞത് നേരുവാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി വെറുപ്പാണ് ഇവനെ എന്ന് ഞാൻ പറഞ്ഞത് തന്നെ. എന്തിനാണ് നീ വെറുക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കണമെങ്കിൽ എന്തെങ്കിലും ഹറാമ് ഈ മനുഷ്യനിൽ വേണല്ലോ. എന്തിനാണ് നീ ദേഷ്യപ്പെടുന്നത് ഈ മനുഷ്യനോട്? ഉടനെ പറഞ്ഞു, ഞാൻ ഇയാളുടെ തൊട്ട അയലത്ത് താമസിക്കുന്ന അയൽവാസിയാണ്, ഇദ്ദേഹത്തെ കുറിച്ച് എമ്പാടും പറയാൻ എനിക്ക് കിട്ടും, അറിയും, ഇദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ എനിക്കറിയാം. എന്നാ പറയാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? വല്ലാഹി മാ റഅയ്തുഹു യുസല്ലി സ്വലാതൻ ഖത്തു ഇല്ലാ ഹാദിഹിൽ മക്തൂബ. ഇയാളെ എന്റെ കണ്ണുണ്ടായ കാലം തൊട്ട്, ഇയാളെ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് വല്ലാഹി സത്യം, ഇദ്ദേഹം ഫർളല്ലാത്ത ഒറ്റ സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫർള് മാത്രമേ നിസ്കരിക്കുള്ളൂ, സുന്നത്തിന്റെ ഇടപാടേ ഈ മനുഷ്യനില്ല. ഒന്നാമത്തെ കുറ്റം. ഇത് കേട്ടപ്പോ ഇതിപ്പോ നമുക്ക് വലിയ പുതുമ, കാരണം നമ്മൾ ഫർള് നിസ്കരിക്കണില്ല. ഫർള് കൃത്യമായിട്ട് നിസ്കരിക്കണമെങ്കിൽ നമ്മുടെ ഇടയിൽ മാർക്കറ്റ് ഉണ്ട്. സഹാബത്തിന്റെ ഇടയിൽ സുന്നത്തില്ലാത്തവർക്ക് മാർക്കറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് കുറ്റായിട്ട് പറഞ്ഞത്. ഇന്നിപ്പോ അത് കുറ്റായിട്ട് പറഞ്ഞ ആരും അത് കേൾക്കാൻ പോലും നിൽക്കൂലല്ലോ. അന്നത് കുറ്റായിട്ട് കണ്ടെന്താ? സഹാബത്തിന് സുന്നത്തൊക്കെ ജീവിതത്തിൽ ഒരു മര്യാദ, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഈ മനുഷ്യൻ മക്തൂബാത്ത് ഫർളല്ലാത്ത ഒറ്റ നിസ്കാരം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉടനെ ആരോപിക്കപ്പെട്ട ആള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹൽ റആനി അഖർതുഹാ അൻ വഖ്തിഹാ ഔ അസഅതുൽ വുളൂഅ അവി റുകൂഅ അവി സുജൂദ ഫീഹാ. ഈ 5 നേരത്തെ നിസ്കാരം സമയം വിട്ട് വല്ലപ്പോഴും ഞാൻ പിന്തിച്ചതായിട്ടോ, വുളൂഇൽ വല്ല വീഴ്ചയും വരുത്തിയതായിട്ടോ, റുകൂഉ സുജൂദുകളിൽ നമസ്കാരത്തിലെ നിർബന്ധമായ ഘടകങ്ങളിൽ വല്ല പോരായ്മയും കാണിച്ചതായിട്ടോ എന്റെ അയൽവാസിയായ ഇദ്ദേഹം ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ നബിയെ. നബി ചോദിച്ചോ, ഫർളിൽ വല്ല കുഴപ്പം കണ്ടിട്ടുണ്ടോ? ഫഖാലല, ഇല്ലല്ല, ഫർളൊക്കെ കൃത്യ, സുന്നത്തില്ലാന്നുള്ളൂ. അടുത്ത കുറ്റം പറയാറുണ്ട് നബി, വല്ലാഹി മാ റഅയ്തുഹു യസൂമു ശഹ്റാ ഇല്ലാ ഹാദാ ശഹ്റല്ലദീ യസൂമുഹുൽ ബിർറു വൽ ഫാജിർ. ഞാൻ ഈ മനുഷ്യനെ ഒരൊറ്റ മാസത്തിലും നോമ്പ് നോൽക്കുന്നത് കണ്ടിട്ടില്ല. ഇല്ലാ ഹാദാ ശഹ്റല്ലദീ യസൂമുഹുൽ ബിർറു വൽ ഫാജിർ. എല്ലാ തെമ്മാടികളും നല്ല മനുഷ്യന്മാരും നോമ്പ് നോൽക്കുന്ന റമദാനിൽ ഒഴികെ. അന്നിപ്പോ തെമ്മാടികൾ പോലും നോമ്പോറ്റ് കള്ളുടിയന്മാരൊരു മാസത്തെ കപ്പണി നിർത്തിയിട്ട് നോമ്പ് പിടിക്കുന്ന മാസല്ലേ, അതിന് മാത്രം നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞ പുതുമണ്ട നബിയെ. ഒറ്റ സുന്നത്ത് നോമ്പ് ഈ ഹംക്ക് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഏതെങ്കിലും ഒരു റമദാനില് ഞാൻ നോമ്പ് മുറിച്ചത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചോ? അതില്ല നബിയെ, റമദാനിലൊക്കെ കൃത്യാണ്.
എന്നാ വേറെ കുറ്റം പറയാറുണ്ട്. അപ്പൊ പറഞ്ഞു വല്ലാഹി മാ റഅയ്തുഹു യുഅതി സായിലൻ വലാ മിസ്കീനൻ ഖത്തു വലാ റഅയ്തുഹു യുൻഫിഖു ശൈഅൻ മിൻ മാലിഹി ഫീ സബീലില്ലാഹ് ഇല്ലാ ഹാദാ സകാത്തല്ലതി യുഹദ്ദിഹൽ ബിർറു വൽ ഫാജിർ. ഈ മനുഷ്യനൊരു മിസ്കീനൊരു 10 പൈസ കൊടുത്തിട്ടില്ല. ഒരു പാവപ്പെട്ട് വീട്ടുപടിക്കൽ വന്ന യാചകന്മാർക്ക് 5 കാശ് കൊടുക്കലില്ല. ഇദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് അള്ളാന്റെ മാർഗത്തിൽ ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാ ഹാദിഹി സകാത്തല്ലതി യുഅദ്ദിഹൽ ബിർറു വൽ ഫാജിർ. എല്ലാ തെമ്മാടികളും കുടുങ്ങിയിട്ടാണെങ്കിലും ഇസ്ലാമിന്റെ ഭരണകൂടാവുമ്പോ സക്കാത്ത് കൊടുക്കുമല്ലോ, അന്നൽക്ക് സക്കാത്തിന്റെ ഫണ്ടല്ലാതെ ഒരാൾക്കും 10 പൈസ കൊടുക്കലില്ല. ഇയാൾ ചോദിച്ചു ഹൽ റആനി നഖസ്തു മിൻഹാ, ഈ നിർബന്ധ സക്കാത്തിൽ നിന്ന് 5 പൈസ ചുരുക്കിയത് ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ? അത് ചോദിച്ചു നോക്കൂ നബിയെ. നബി ചോദിച്ചു നോക്കി. ലാർന്ന് ഇത്രയായപ്പോ നബി പറഞ്ഞു നിർത്തിക്കളയാർന്നു. നിന്റെ കുറ്റം പറച്ചിൽ നിർത്തിക്കളക്കും. എണീറ്റോ, എണീറ്റോ, സ്റ്റാൻഡപ്പ്, എണീറ്റോ, നിന്റെ പണിയൊക്കെ പോടോ. നിന്നെക്കാൾ എത്ര നല്ലാനാടോ ഇവിടെ. നിനക്ക് സുന്നത്ത് നിസ്കാരമുണ്ട്, നിനക്ക് സുന്നത്ത് നോമ്പുണ്ട്, നീ ഇമ്മിനി സ്വതക്ക ചെയ്യുന്ന ആളാണ്. ഒരു കാര്യമില്ല ഹംക്കെ, അങ്ങോട്ട് പോന്നു അവിടുന്ന് എന്റെ മജ്‌ലിസ് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ ചെയ്തത്? സുന്നത്തില്ലാത്തൊരു മനുഷ്യനെ വിമർശിച്ചു. എന്ത് ഇന്നിപ്പോ നമുക്കൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഉള്ള പണിയല്ലേ, ഫർദിനൊക്കെ വരും, പക്ഷെ നല്ല അമലിന്റെ കാര്യത്തിൽ മോശമാണ് അറിയാം. ഈ പറഞ്ഞോനാ മോശം, ഈ പറഞ്ഞോനാണ്. കാരണം ഗീബത്ത് പറഞ്ഞില്ല, അതോടുകൂടി അവന്റെ ഈ അമലൊക്കെ അങ്ങോട്ട് നീങ്ങി. വളരെ അപകടകരമാണ് പ്രിയമുള്ളവരെ, വളരെ അധികം സൂക്ഷിക്കേണ്ട കാര്യമാണിത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്, മനസ്സിലാക്കണം. സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഗീബത്തിനുള്ള മരുന്ന് ഒരു ഒറ്റ മൂല്യം കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ട ഗീബത്തിലേക്കൊക്കെ പ്രവേശിക്കാം. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അത് ശരിക്കും ഗ്രഹിക്കണം. എങ്കിലാണ് ഈ കുറ്റത്തിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.